ന്യൂസ് ടെൻസിലെ ഫോക്കസ് സ്റ്റോറിയാണ് ആദ്യം. പലതരത്തിലുള്ള കരുനീക്കങ്ങൾ നടക്കുകയാണ് 2026 തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി. ഭരണത്തിലെത്തുന്നതിന് വേണ്ടി UDF പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. അതിൽ ഇടത് പാളയത്തിൽ നിന്ന് ചില ആളുകളെ കണ്ടെത്തി അവരെ സ്വതന്ത്രരായി മത്സരിപ്പിക്കുവാനുള്ള നീക്കമാണ്. പലയിടങ്ങളിലും ഇത് കണ്ടുവരികയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ മറുകണ്ഠം ചാടിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്ന നിർണായകമായ വിവരമാണ്. CPM-മായി പിണങ്ങി നിൽക്കുന്ന സുരേഷ് കുറുപ്പിനെ UDF-ൽ എത്തിച്ച് സ്വതന്ത്രനായി മത്സരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം. ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ കളത്തിലിറക്കാൻ കോൺഗ്രസ് നേരിട്ടാണ് നീക്കം നടത്തുന്നത്. UDF-ന്റെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് നീക്കം. VN വാസവനെതിരെ കുറുപ്പിനെ കൊണ്ടുവന്നാൽ വിജയിക്കാൻ കഴിയും ഏറ്റുമാനൂരിൽ എന്നാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഇപ്പോഴത്തെ ആഗ്രഹം. അങ്ങനെയാണ് കുറുപ്പിന് വേണ്ടിയുള്ള പടനീക്കം തുടങ്ങുന്നത്. കുറുപ്പെത്തിയാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ ജോസഫ് ഗ്രൂപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് വളരെ നിർണായകമാണ്. കേരള കോൺഗ്രസ് ജോസഫിൻ്റെതാണ് ഏറ്റുമാനൂർ സീറ്റ്. ഏറ്റുമാനൂരിൽ കഴിഞ്ഞ തവണയും ജോസഫ് വിഭാഗമാണ് മത്സരിച്ചത്. CPM-ൽ നിന്ന് മന്ത്രി VN വാസവൻ മത്സരിക്കുന്ന സീറ്റാണ് ഏറ്റുമാനൂർ. നിർണായകമായ ഈ വാർത്തയുടെ വിവരങ്ങളുമായി G ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഇത് സജീവമായി നിൽക്കുകയാണ്. ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പ് വരുന്നു. അത് ഇന്നലെ മാതൃഭൂമിയിൽ സുരേഷ് കുറുപ്പ് ലേഖനം എഴുതുകയും അത് CPM-ൽ അമർഷമുണ്ടാക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനാൽ ഈ ഒരു വാർത്തയ്ക്ക് ഇപ്പോൾ കൂടുതൽ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിടുന്നു. കൃത്യമാണല്ലോ ഇത്? പല കോണുകളിൽ നിന്നും ഈ വാർത്തകൾ വരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ നിഷേധിക്കുന്നുമില്ല. മഞ്ജുഷ, തീർച്ചയായും വളരെ ഗൗരവമേറിയ വളരെ നിർണായകമായ വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത്, ഇന്നലത്തെ ഈ അഭിമുഖത്തിന് ശേഷം അല്ല ഈ വാർത്ത നമ്മളെ സംബന്ധിച്ച് ലഭിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു വാർത്ത കുറച്ച് മുൻപ് തന്നെ ലഭിക്കുകയും അണിയറകളിൽ ചർച്ച നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരമുണ്ടായിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ വാർത്ത കൂടി ചേർത്ത് വെച്ച് വായിച്ചാൽ അതിനുള്ള കരുനീക്കങ്ങൾ, അതിനുള്ള വഴികൾ കൂടിയാണ് ഫലത്തിൽ വെട്ടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും. അതായത് ഇതിൽ അന്തരീക്ഷത്തിൽ നിന്നപ്പുറത്തേക്ക് അണിയറയിൽ ചർച്ചകൾ വളരെ ഗൗരവമായി പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള ഇക്കാര്യത്തിലെ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജോസഫ് ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് സുരേഷ് കുറുപ്പ് മത്സരിക്കാൻ തയ്യാറായാൽ UDF സ്വതന്ത്രൻ എന്ന നിലയിൽ പിന്തുണയ്ക്കുക, അതാണ് UDF-ന്റെ ഒരു തന്ത്രം ഉള്ളത്. അവിടെ ജോസഫ് ഗ്രൂപ്പ് പിന്നീട് മത്സരിക്കില്ല, ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസിന് ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. ഒരു കാര്യം കൂടിയുണ്ട്, ജോസഫ് ഗ്രൂപ്പ് ഇത് സമ്മതിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലാണല്ലോ അതിലൊരു ആശങ്ക ഉള്ളത് UDF-ൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്. പക്ഷേ ജോസഫ് വിഭാഗം പറയുന്നത് പകരം ഒരു സീറ്റ് എന്നുള്ള കാര്യമാണ്. പക്ഷേ കോട്ടയം ജില്ലയിൽ അങ്ങനെ കോൺഗ്രസിന് പകരം ഒരു സീറ്റ് വിട്ടു നൽകുവാൻ കഴിയുമോ ജോസഫ് ഗ്രൂപ്പിന് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതേക്കുറിച്ചുള്ള ഒരു സന്ദേഹം മാത്രമല്ലേ ഇപ്പോൾ നിലവിലുള്ളൂ. ജോസഫ് വിഭാഗം നേതാക്കളോട് സംസാരിക്കുമ്പോഴും അവർ അനൌദ്യോഗികമായി പറയുന്നത് ഈ കാര്യമാണ്. കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ജോസഫ് വിഭാഗവുമായിട്ടും. പക്ഷെ ഒരു ഒറ്റ പ്രശ്നം ഇതാണ്, പകരം ഒരു സീറ്റിന്റെ കാര്യമാണ്. ഒരു കാര്യം കൂടിയുണ്ട്, നാട്ടകം സുരേഷിന്, DCC പ്രസിഡന്റായ നാട്ടകം സുരേഷിന് മത്സരിക്കുവാനായിട്ട് കണ്ടുവച്ച ഒരു സീറ്റ് എന്ന രീതിയിൽ ഏറ്റുമാനൂരിനെ കാണുന്നുണ്ട്. ഇതും ഒരു തടസ്സമാവുന്നുണ്ട്. ഇങ്ങനെ ചില്ലറ തടസ്സങ്ങൾ മാത്രമല്ല ഇക്കാര്യത്തിലുള്ളൂ, ബാക്കിയെല്ലാം കുറുപ്പിനെ ആശ്രയിച്ചിരിക്കുമല്ലോ. തീർച്ചയായും കുറുപ്പിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. കുറുപ്പ് അതിനൊരു നോ പറഞ്ഞിട്ടില്ല, അതായത് നോ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ തന്നെ നാട്ടകം സുരേഷ് പ്രത്യേകം കണ്ടുവച്ചു. നാട്ടകം സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എല്ലാവരുടെയും അംഗീകാരം ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ നാട്ടകം സുരേഷ് ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ് ഏറ്റുമാനൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ തന്നെ ചർച്ചകൾ ഉണ്ടായിരുന്നത് പൂഞ്ഞാർ സീറ്റാണ്. പൂഞ്ഞാർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകുകയും ഏറ്റുമാനൂർ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതിനുണ്ടായിരിക്കുന്ന ഒരു ഫോർമുല. ഇതിനൊക്കെ ഒരു അന്തിമ രൂപം വരാനുണ്ട്. പക്ഷേ ഏറ്റവും നിർണായകമായ വിവരം, നമുക്ക് ലഭ്യമായ സ്ഥിരീകരിക്കാവുന്ന വിവരം, കുറുപ്പിനെ മറുകണ്ഠം ചാടിക്കാൻ എത്തിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ VN വാസവനാണ് എതിരാളി എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടു കൂടി തന്നെ ഏതാണ്ട് എല്ലാ ചുമതലകളും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് സുരേഷ് കുറുപ്പ്. അതിന് പിന്നാലെയാണ് ഇങ്ങനൊരു അഭിമുഖത്തിൽ കൂടി വലിയൊരു വിവാദം, CPM-നെ തന്നെ വെട്ടിലാക്കുന്ന ഒരു വിവാദത്തിലൂടെ കുറുപ്പ് രംഗത്ത് വരുന്നത്. ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ അഭിമുഖം ഇപ്പോൾ ഇന്നലെയോ മിനിയാന്നോ എഴുതിയതല്ല, അതിന് മുൻപേ എഴുതി തയ്യാറാക്കുകയും ഇന്നലെ പുറത്തുവിടുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം കേട്ടതുപോലെ തന്നെ കരുനീക്കങ്ങൾ പല തട്ടിൽ
ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അത് കുറച്ച് മുൻപേ തുടങ്ങിയതാണ്. അത് ഇപ്പോൾ അതിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള കാഴ്ചകളായി, വിവരങ്ങളായി ഇത്തരം അഭിമുഖങ്ങൾ ഉൾപ്പെടെ വരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ സുരേഷ് കുറുപ്പും VN വാസവനും തമ്മിൽ നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ, ഏറ്റുമാനൂർ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഒരു പക്ഷേ സമീപകാലത്തെ ഏറ്റവും വലിയൊരു ഫൈറ്റ്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടത്തിന് ഏറ്റുമാനൂർ കളമൊരുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരു നേതാക്കൾക്കുമിടയിൽ പലതരത്തിലുള്ള ആശയഭിന്നതകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉള്ളതാണ്. അത് നേരത്തെ തന്നെ പല ഘട്ടത്തിലും വാർത്തകളായൊക്കെ വന്നിട്ടുമുള്ളതാണ്. അവിടെയാണ് സുരേഷ് കുറുപ്പിനെ പോലൊരു നേതാവ് CPM ജില്ലാ ചുമതലകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനൊരു കഴിഞ്ഞ കുറച്ചു കാലമായി ഇങ്ങനെ നിൽക്കുന്നത്. അവിടെയാണ്, ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് സമീപിക്കുകയും ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമനുസരിച്ച് ജോസഫ് ഗ്രൂപ്പുമായി ആശയവിനിമയം നടത്തി. സുരേഷ് കുറുപ്പ് വരികയാണെങ്കിൽ ഏറ്റുമാനൂർ സീറ്റ് നൽകാം എന്ന ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. പകരൊരു സീറ്റ് അവർ ചോദിക്കുന്നുണ്ട്, പൂഞ്ഞാർ പോലുള്ള സീറ്റാണ്. അത് ഒരുപക്ഷെ നൽകുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റുമാനൂർ പിടിക്കാം സുരേഷ് കുറുപ്പ് എത്തിയാൽ. വാസവനാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. പക്ഷേ കുറുപ്പിനെ ഇറക്കിയാൽ ആ മണ്ഡലം പിടിക്കാം എന്നൊരു കണക്കുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ BDJSന്റെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല അവിടെ മത്സരിച്ചത്. BJPക്ക് വളരെ കുറച്ച് വോട്ടായിരുന്നു അവിടെ ലഭിച്ചത്. ആ സാഹചര്യം ഒക്കെ കൊണ്ടാണ് അവിടെ CPM ജയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ലതിക സുഭാഷിന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് 5000 വോട്ടോളം പിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതൊക്കെയാണ് അവിടെ പ്രതിസന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് സൃഷ്ടിച്ചതെന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ വാസവൻ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി നിന്നാൽ പോലും കുറുപ്പെത്തിയാൽ, സുരേഷ് കുറുപ്പെത്തിയാൽ ആ മണ്ഡലം പിടിക്കാം. അതായത് കുറുപ്പിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു. 1984 SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സുരേഷ് കുറുപ്പ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിക്കുന്ന ഏക CPM MP എന്ന ഇമേജ് ഉണ്ടാക്കുകയും ചെയ്തത്. അവിടെയായിരുന്നു സുരേഷ് കുറുപ്പിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് പരാജയപ്പെട്ടെങ്കിലും 98ലും 99ലും അദ്ദേഹം വീണ്ടും കോട്ടയം ലോക്സഭാ MP ആയി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 2004 അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റുമാനൂരിൽ നിന്ന് അദ്ദേഹം 2 തവണ MLA ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറുപ്പിന് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഒരു പ്രഭാവം, കുറുപ്പ് വന്നാൽ ജയിക്കും എന്ന രീതിയിൽ പൊതുവെ കോട്ടയത്ത് ഒരു ഇമേജ് ഉള്ളതാണല്ലോ. അപ്പോൾ ഏറ്റുമാനൂരിൽ അദ്ദേഹം വന്നാലും ആ ഒരു ഇമേജ്, അദ്ദേഹത്തിന് പാർട്ടികൾക്ക് അതീതമായിട്ടുള്ള ഒരു പ്രതിച്ഛായയുണ്ട് സുരേഷ് കുറുപ്പിന്. അതിപ്പോഴും ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ CPMുമായി കുറുപ്പ് പിണങ്ങിക്കഴിഞ്ഞു എന്ന കാര്യം. അത് പൊതുവെ ഇന്നലത്തെ ആ ലേഖനത്തോടു കൂടി തന്നെ അക്കാര്യം വ്യക്തമാകുന്നു. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ കുറുപ്പിനെതിരെ രംഗത്തെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പിണക്കം കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറുപ്പിന് തെരഞ്ഞെടുപ്പ് ജയിക്കുവാൻ കഴിയും എന്നുള്ള പ്രതിച്ഛായ കൂടി ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. ഇതല്ലേ കൃത്യമായിട്ട് നടക്കുന്ന ഒരു നീക്കത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ശ്രീയുത്ത്? തീർച്ചയായും മഞ്ജുഷ് അത് കൃത്യമായി തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് കുറുപ്പിന്റെ പിണക്കം അത് ഇപ്പോൾ തുടങ്ങിയതല്ല, അത് കുറച്ച് കാലമായുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ തന്നെ പോലും കുറുപ്പിന് പിണക്കങ്ങളുണ്ട്. ആ പിണക്കങ്ങളുടെ തുടർച്ചയാണ് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്.